ലെബനിലും ഗാസയിലും ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ. തെക്കൻ ബെയ്റൂത്തിൽ വ്യാപക ബോംബാക്രമണം തുടരുകയാണ്. ബെക്ക താഴ്വരയിൽ യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങൾക്ക് സമീപവും ആക്രമണമുണ്ടായി. യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം നടക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അഖിലശ്രീയാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അഖിലശ്രീ, എന്തായാലും ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുകയാണ്. സൈനികരുൾപ്പെടെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം, ഒപ്പം മരണസംഖ്യയും ഉയരുകയാണ്. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേഷൻസ്? ആര്യ, തീർച്ചയായും വലിയ തരത്തിലുള്ള ആക്രമണത്തിലേക്കാണ് ഇസ്രയേൽ കടന്നിരിക്കുന്നത്. യുദ്ധത്തിന്റെ ഗതി മാറിയെന്നാണ് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. നാളെ ഹമാസ് ഗാസയിലെ ആക്രമണം നടത്തിയതിന്റെ 1-ാം വാർഷികമാണ്. ഈ പശ്ചാത്തലത്തിൽ ബെയ്റൂത്തിലും, അതായത് ലെബനനിലും ഗാസയിലും വലിയ തരത്തിലുള്ള ആക്രമണത്തിനാണ് ഇസ്രയേൽ പദ്ധതിയിടുന്നത് എന്നാണ് വിവരം. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ മാത്രം 25ഓളം സൈനികരാണ്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലെബനനിലുണ്ടായ ആക്രമണങ്ങളിൽ, ലെബനൻ അതിർത്തിയിലുണ്ടായ ആക്രമണത്തിൽ ഏതാണ്ട് 25ഓളം ഇസ്രായേൽ സൈനികർ കൂടി കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ. ബെയ്റൂത്തിലും അതുപോലെ തന്നെ ഗാസയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിന് സമീപവും വലിയ തരത്തിലുള്ള ബോംബാക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് യുദ്ധത്തിന്റെ ഗതി മാറ്റം എന്നത് ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ ഇതുവരെ ഹമാസുമായുള്ള യുദ്ധത്തിൽ, ഗാസയിലെ യുദ്ധത്തിൽ ഇസ്രായേലിനൊരു വിജയം ഇതുവരെ നേടാൻ സാധിച്ചിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് ആക്രമണത്തിന്റെ ഗതി മാറ്റിക്കൊണ്ട്, സ്വഭാവം മാറ്റിക്കൊണ്ട് വലിയ തരത്തിലുള്ള ആക്രമണത്തിന് ഇസ്രായേൽ പദ്ധതിയിടുന്നത്. ഇനി ലെബനനിലേക്ക് തിരികെ വന്നാൽ, ലെബനനിൽ വലിയ തോതിലുള്ള ആക്രമണം നടത്തുന്നതിനിടെ 2 റോമൻ ക്ഷേത്രങ്ങളുണ്ട് ബെക്ക താഴ്വരയിൽ. ഈ മേഖലയിൽ അടക്കം വലിയ തരത്തിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങളാണ് ഈ 2 റോമൻ ക്ഷേത്രങ്ങൾ. ഇവയ്ക്ക് സമീപമുള്ള ആക്രമണം ലോകത്തെ ആകെ ഭയപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഗാസയിലെയും ലെബനനിലെയും ആക്രമണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് പാരീസ്, ലണ്ടൻ, റോം തുടങ്ങിയ നഗരങ്ങളിൽ അടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് നടത്തുന്നത്. കൂട്ടക്കുരുതി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെടുന്നത്. ഇതുവരെയുള്ള ആക്രമണത്തിൽ ഏതാണ്ട് ഗാസയിൽ മാത്രം 45,000-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. അതോടൊപ്പം തന്നെ ലെബനനിൽ 2 ആഴ്ചയായി തുടരുന്ന ആക്രമണത്തിൽ 2000-ഓളം മരണസംഖ്യ എത്തുകയുമാണ്. ഈ പശ്ചാത്തലത്തിൽ ആക്രമണത്തിന്റെ സ്വഭാവം അധികം മാറ്റി വലിയ തരത്തിലുള്ള ആക്രമണ പദ്ധതികളാണ് ഇസ്രായേൽ ആസൂത്രണം ചെയ്തത്. ആര്യ, വലിയ രീതിയിലുള്ള ഭീതിതമായ ഒരു സാഹചര്യമാണ് ഗാസയിലും നടക്കുന്നത്. എന്തായാലും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. മരണസംഖ്യയും ഉയരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. അഖിലശ്രീയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.